Hi friends, welcome back to another episode. ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു മോർണിംഗ് 5:30 ആണ്. ഞാൻ നമസ്കരിച്ചിട്ട് കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. ഇതിപ്പോൾ ഞാൻ നമസ്കരിക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ നമസ്കരിച്ചത്. പിന്നെ ഞാൻ കിടക്കാനായിട്ട് വന്ന സമയത്ത് മോള് പറയുകയാണ് കുറച്ച് വാക്കുകളാണ് കേട്ടോ. ഇതൊക്കെ AC ഫുൾ ടൈം AC വേണം, AC ഇല്ലാതെ കിടക്കില്ല, AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉറക്കത്തിൽ പറയും AC ഇട്ടതാ AC ഇട്ടതാണ്. അപ്പോൾ അതാണ് ഇവിടെ മോള് പറയുന്നത്. പിന്നെ ഞാൻ AC ഓണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എണീക്കുന്ന സമയമെന്ന് പറയുന്നത് മോർണിംഗ് ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഇവിടെ എനിക്കും ഉമ്മയ്ക്കും നോമ്പായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പിന്നെ മക്കൾക്ക് രണ്ടാൾക്കും പാലും ബ്രെഡുമാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ 2 കപ്പ് പാല് കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ബ്രെഡും കൊടുത്തു. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പാലും ബ്രെഡുമാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് പോയി. ഒരു 4-5 ഡേയ്സ് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 3 ഡേയ്സ് കൂടുമ്പോഴാണ് ഡ്രസ്സ് വാഷ് ചെയ്യുന്നത്. ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്ത് മുകളിൽ കൊണ്ടിടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ മോനാണ് കേട്ടോ. മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യാനും ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ. പക്ഷേ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് അവന് വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല, എങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ആൾ പറയുന്നുണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിത്താ, ഞാൻ വ്ളോഗ് ചെയ്തോളാം എന്നൊക്കെ. അപ്പോൾ മോൻ എൻ്റെ പിറകെ വരുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര വെയിലാണ് ഇപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത്. നമുക്ക് മുകളിൽ നോമ്പും പിടിച്ചിട്ട് പോയി നിന്നിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. പക്ഷേ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ എണീക്കുന്നത് തന്നെ ലേറ്റായിട്ടാണ്. അപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്ത് വരുമ്പോൾ തന്നെ ടൈം ഒരു 12 o'clock ഒക്കെ ആവും. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ താഴേക്ക് വരാനുള്ള വഴിയാണ് കേട്ടോ നോക്കുന്നത്. വേഗം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കാറ്റ് വന്നിട്ട് ചെറിയ ഡ്രസ്സ് പറന്നു പോകുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ക്ലിപ്പ് എടുത്ത് ഫുള്ള് ഡ്രസ്സിനകത്ത് പിന്നെ ഇടേണ്ടി വന്നു. അങ്ങനെ കുറച്ച് സമയം പിന്നെയും മേളിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പോഴത്തേക്കും മോൻ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രോപ്പറായിട്ട് അവൻ എടുക്കാനൊന്നും അറിയത്തില്ല. ചിലത് പോയിട്ട് അടുത്ത വീട്ടിലൊക്കെ പോയി എടുത്തിട്ടൊക്കെ വന്ന് പിന്നെ ഞാൻ അതെല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങിയപ്പോൾ കണ്ണിനകത്തൊക്കെ ഒരു ഇരുട്ട് കയറുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. മോനെ ഞാൻ അതിന് ശേഷം പറഞ്ഞു വിട്ട്, കാരണം വെയിലത്ത് നിന്നിട്ട് ഇനി ഒരു പനിയൊന്നും വേണ്ടാന്ന് കരുതിയിട്ട്. പിന്നെ രണ്ടാളും TV കാണുന്നുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ലഞ്ചെന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ, അവിയൽ. പിന്നെ ഇന്നലത്തെ ചോറ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ചൂര ഫിഷ് കറിയും അത് കൂട്ടിയിട്ടാണ് പിന്നെ ഞാൻ രണ്ടാൾക്കും ചോറ് കൊടുക്കാനായിട്ട് പോവുക കേട്ടോ. അതാണ് ഇനി കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നൊരു ടാസ്ക്കാണ്. ഞാൻ പിന്നെ വാരി കൊടുക്കുന്നത് കൊണ്ട് അത്രയും പ്രശ്നം വരത്തില്ല. രണ്ടാളും തനിയെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലേറ്റിനകത്തും ബാലൻസ് വെച്ച് കുറച്ച് ടേബിളിൻ്റെ മുകളിലും ആക്കി കുറച്ച് താഴെയും ഇട്ട് കൊണ്ടുപോയി കളയുന്നതാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ വാരി കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് ചോറ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കാണെങ്കിൽ ഇടയ്ക്ക് ചോറിനകത്ത് യോഗേർട്ട് കണ്ടില്ല. അപ്പോൾ ആൾ തന്നെ പോയിട്ട് യോഗേർട്ട് എടുത്തുകൊണ്ട് വന്ന് തനിയെ അവൾ തന്നെ യോഗേർട്ട് ചോറിലേക്ക് ഇട്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ യോഗേർട്ടും കൂടി ചേർത്തിട്ടാണ് രണ്ടാൾക്കും ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മോനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ യോഗേർട്ട്, മോളാണ് അതിൻ്റെ ആൾ. പിന്നെ രണ്ടാൾക്കും കൊടുത്തു. ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനിന്ന് ഈവനിങ് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന ഒരു തയ്യാറെടുപ്പിൽ മോളൊന്ന് പിണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. ആ സമയത്ത് അവൾ പിണങ്ങിയപ്പോൾ സ്കൂളിലെ നോട്ട്ബുക്ക് തനിയെ എടുത്ത് വെച്ച് സിസർ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അവളുടെ വിചാരം ആ നോട്ട്ബുക്ക് തീർക്കുന്നതുകൊണ്ട് ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്ത്. പക്ഷെ ഞാനൊരു പിന്നാണ് കേട്ടോ കാണുന്നത്. അതിനുശേഷം പിന്നെ ഞാനൊരു ഹൈപ്പർ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു വീട്ടിലത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും മേടിക്കാനായിട്ട്. അപ്പോൾ ഷമാം എടുക്കാനായിട്ട് നോക്കിയപ്പോൾ തീരെ ചെറിയ ഷമാം ഒരു രസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അത് ഞാൻ എടുത്തിട്ടില്ല, അത് സ്കിപ്പ് ചെയ്ത്. പിന്നെ പോയിട്ട് എപ്പോഴും റമദാൻ ആയതുകൊണ്ട് ഒരു ഫ്രൈഡ് ഐറ്റം എന്തെങ്കിലും വീട്ടിലുണ്ടാവും.
അപ്പോൾ ഞാൻ ബജിമുളകാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ബജിമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലത്തേക്ക് ചിക്കൻ എന്തെങ്കിലും നോക്കാനായിട്ട് പോയി. അപ്പോൾ ഇവിടെ പിന്നെ എല്ലാം പീസസ് ആയിട്ട് കിട്ടും. അപ്പം ലെഗ് പീസ് സെപ്പറേറ്റ്, വിങ്സ്, തൈ പീസ് അങ്ങനെ എല്ലാം കിട്ടും. ബ്രസ്റ്റ് എല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടൊരു ഫുൾ ചിക്കൻ ഒരു 1 kgയാണ് കേട്ടോ. ഏറ്റവും ചെറിയൊരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നാടൻ ചിക്കനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ 1 കിലോയുടെ ചിക്കനാണ് കേട്ടോ എടുത്തത്. അത് പിന്നെ കറി കട്ടിന് വേണ്ടിയിട്ട് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെയും തിരിച്ചു വന്ന് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടോയെന്ന് നോക്കാനായിട്ട് പോയി. പിന്നെ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും മിൻറ്റ് ലീവ്സും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോയി ഞാൻ ചിക്കൻ കറിക്കട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് നേരം കറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിരക്കൊഴിഞ്ഞ സ്ഥലത്ത് മാത്രം വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഇപ്പം നോമ്പായിട്ട് ഒരുപാട് ഐറ്റം ടാങ്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പല ബ്രാൻഡഡ് ആയിട്ടുള്ള ടാങ്കുകൾ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു ടാങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തീരെയും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ആ ബ്രാൻഡ്. എന്നാലും ചെറിയൊരു ബോട്ടിൽ മേടിച്ചതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എപ്പോഴും ഏറ്റവും നല്ല ബ്രാൻഡ് ടാങ്കിൻ്റെ തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എടുത്ത ഐറ്റത്തിൽ ബജിമുളക് ഞാനൊന്ന് വെയ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെയ് ചെയ്ത് അതും ഒരുപാട് സാധനമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 പാക്കറ്റ് മിൽക്കും ബജിമുളകും പിന്നെ റോ ബനാന എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ, പിന്നെ കടലപ്പൊടിയാണ് കേട്ടോ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ അത് ബില്ലിട്ടപ്പോൾ ഒരു 500-നകത്ത് എന്തോ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വലിയ റേറ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ചിക്കന് 1 കിലോയുടേതായതുകൊണ്ട് ഒരു 200-ൽ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത്. എന്നിട്ട് പിന്നെ നേരെ ഞാനും കുട്ടികളും എൻ്റെ വീട്ടിലേക്ക് പോയി. നോമ്പ് മുറിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നൈറ്റിലത്തെ ഞാൻ കഴിച്ചാണ് കേട്ടോ. കഞ്ഞിയും ചീനിയുമാണ്, പിന്നെ ഫിഷ് ഫ്രൈയും കറിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.